So part 2 of how to withdraw എന്നുള്ള വീഡിയോ നമ്മൾ കാണിക്കുമ്പോൾ അപ്പോൾ ഹലോ മൈ ട്രേഡേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ പറയാം, ഈ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണാൻ പറ്റും 0.0009. അപ്പോൾ ഇതിന്ന് വിഡ്രോ ചെയ്യാനുള്ള ലെവലായിട്ടില്ല. പക്ഷേ ഈ ഒരു ലാപ്പിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാമെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ച് ഓൾറെഡി ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ഉണ്ട്. ജംപ് ടാസ്കിന് എക്സിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അത്ര JMPT ടോക്കൺ കിട്ടും. അപ്പോൾ തൊട്ട് താഴെ വന്ന് കുറേ അധികം മിഷൻസ് ആണ്. ഗൂഗിളിൽ പോയിട്ട് ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക, അതേപോലെ തന്നെ വേർഡ് സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. ലൈക്ക് കുറേ അധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും റിവാർഡ് കിട്ടും. പോരത്തൊക്കെ കംപ്ലീറ്റ് വേറെ $8.43 കൊണ്ട് കിട്ടും. ഓൾമോസ്റ്റ് $10-15 $1000 വർത്ത് നമുക്ക് ഇതേപോലെ ഫോളോ കിട്ടും, ലൈക്ക് കിട്ടും. 38 ടാസ്കിന് കംപ്ലീറ്റ് ചെയ്യാൻ ലൈക്ക് ഒരു ടാസ്കിന് 10 മിനിറ്റ് സമയം ചിലവാക്കിയാൽ തന്നെ 350 മിനിറ്റ് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷേ അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും. ഈ നാട്ടിൽ കൂലിപ്പഴ കിടയും കൂടുതൽ കാശ് കിട്ടും. പക്ഷേ കുറേ അധികം വർക്ക് ഉണ്ടാവുന്നില്ല. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് 1 month ആണ് ഞാൻ അത് കറക്റ്റ് ആയിട്ട് നേരെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ 1 month യൂസ് ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ ഹണി ഗെയിംസിന്റെ വേറെ കാര്യം ഇവിടെ അച്ചീവ്മെന്റ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു അച്ചീവ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ അധികം ടാസ്കുകൾ ഉണ്ട്. അതായത് ഡെയിലി കളക്ട് ചെയ്യുക, ഡെയിലി ഓപ്പൺ ചെയ്യുക. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. 7 ദിവസം അടുപ്പിച്ച് ഓപ്പൺ ആക്കുക എന്നുള്ള ചലഞ്ചൊക്കെ ഉണ്ട്. അതുപോലും എന്റെ നേരമാണ് കണക്റ്റഡ് അല്ല. കാരണം കംപ്ലീറ്റ്ലി എനിക്ക് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പേ ഔട്ട് എന്നുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നെറ്റ്വർക്കിലാണെന്നുള്ളത് ചോദിക്കും. ഞാൻ സെലോ നെറ്റ്വർക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഞാൻ പേ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും. ഇവിടെ ഞാൻ മെറ്റാമാസ്ക് വാലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെറ്റാമാസ്ക് വാലറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മെറ്റാമാസ്ക് വാലറ്റിൽ വന്നു, ഇത് അടക്കുന്നു $8.7. ഇനി എനിക്ക് അത് സ്വാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യാം, വാലറ്റ് എങ്ങനെ ടോക്കൺ ഇമ്പോർട്ട് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റാമാസ്ക് വാലറ്റോ ട്രസ്റ്റ് വാലറ്റോ, ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ മെറ്റാമാസ്ക് വാലറ്റ് ആണ്. ബാക്കിയുള്ള വാലറ്റുകൾ കാരണം കുറേ അധികം എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റാമാസ്കിന്റെ എക്സ്റ്റൻഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും, മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിന് താഴെ ക്രോം വെബ് സ്റ്റോറിന്റെ ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങളുടെ ക്രോം വെബ് സ്റ്റോറിൽ പോകും. ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് റിമൂവ് ഫ്രം എന്നുള്ള കാണിക്കുക. ഇവിടെ ഓൾറെഡി ആഡഡ് ആണ്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ടു ബ്രേവ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ആയിട്ട് ഇവിടെ പ്ലഗിൻസിന് ഇത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മെറ്റാമാസ്ക് വാലറ്റ്. അപ്പോൾ ആ ഒരു മെറ്റാമാസ്ക് വാലറ്റ് എടുത്ത ശേഷം ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുക്കുക. ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റിംഗ് വാലറ്റ് ഉണ്ട്. ഓൾറെഡി ഒരു വാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആ വാലറ്റിന് സീഡ് ഫ്രൈസ് അടിച്ചാൽ മതി. ഇനി അല്ല നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കുറച്ച് പെർമിഷൻസും കാര്യമെല്ലാം ചോദിക്കും. അത് അവിടെ എഗ്രി കൊടുക്കുക. പിന്നെ പുതിയൊരു പാസ്വേഡ് വെക്കണം. അപ്പോൾ നമ്മുടെ വാലറ്റിൽ നമ്മൾ അടിക്കേണ്ട കാര്യങ്ങളെല്ലാം വരും. അതായത് നമ്മൾ ആദ്യം പാസ്വേഡ് സെറ്റ് ചെയ്യണം. സീഡ് ഫ്രൈസ് വരും. ആ സീഡ് ഫ്രൈസ് വന്ന ശേഷം ഈ 6ാമത്തെ സീഡ് ഫ്രൈസ് 7ാമത്തെ സീഡ് ഫ്രൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. വാലറ്റ് ഇസ് റെഡി എന്ന് കാണിക്കും. അപ്പോൾ നമ്മളവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പ്ലഗിൻസ് അവിടെ വരുന്ന കാണിക്കും. ഇപ്പോൾ നമ്മുടെ എത്തേറിയം മെയിൻ നെറ്റിലാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എത്തേറിയം മെയിൻ സെലോ മെയിൻ നെറ്റ്വർക്ക് കിടക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോന്റെ ക്യാപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കുക. അപ്പോൾ ആഡ് എ കസ്റ്റം നെറ്റ്വർക്ക് എന്നുണ്ടാവും. ആ കസ്റ്റം നെറ്റ്വർക്കിൽ ആഡ് കൊടുക്കുക. നെറ്റ്വർക്ക് നെയിം കൊടുക്കണം. അപ്പോൾ നെറ്റ്വർക്ക് നെയിം കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലോ മെയിൻ നെറ്റ് എന്നാണ്. അത് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആൾസോ ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അത് കോപ്പി ചെയ്തു. ഇവിടെ RPC URL ഉണ്ടാവും. അവിടെ ആഡ് RPC URL എന്ന് കൊടുക്കുക. അവിടെ RPC URL മുകളിൽ കൊടുക്കാണ്ടാവും. അപ്പോൾ അവിടെ RPC ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആഡ് URL എന്നുള്ള കൊടുക്കുക. അതിനുശേഷം അവിടെ ചെയിൻ ID ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കറൻസി സിമ്പിൾ വെച്ചിട്ടുണ്ട്. അതോടെ പറഞ്ഞിട്ടുണ്ട് സെലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെലോ നെറ്റ്വർക്ക് ഇവിടെ മുകളിൽ നമുക്ക് വന്നിട്ടുണ്ടാവും. എടുത്തു കഴിഞ്ഞാൽ സെലോ മെയിൻ നെറ്റ് ഉണ്ടാവും. ഈ ഒരു സെലോ മെയിൻ നെറ്റ് നെറ്റ്വർക്ക് നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ ടോക്കൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ സെലോ മെയിൻ നെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സെലോ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ JMPT ടോക്കൺ കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ മെറ്റാമാസ്കിലേക്ക് വരിക. വന്ന ശേഷം ഇവിടെ നമ്മൾ സെലോ മെയിൻ നെറ്റ്വർക്ക് ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടെ എത്രയും ലീനിയം കിടക്കും. സെലോ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് 3 ഡോട്ട് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ടോക്കൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തിട്ട് അവിടെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് കഴിഞ്ഞ് JMPT ടോക്കൺ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ അത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് കൊടുക്കുക. JMPT ടോക്കൺ അല്ല ഉള്ളത്, അത് തന്നെ ഇമ്പോർട്ട് കൊടുക്കുക. ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അതും സെലോ നെറ്റ്വർക്കിലാണ് ഈ ഒരു ടോക്കൺ കിടക്കുന്നത്. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ജംപ് ടാസ്കിൽ ചെന്ന ശേഷം ഇപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റാമാസ്ക് വാലറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ടോക്കൺ ആഡ് ചെയ്ത് നമ്മുടെ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് സെലോ നെറ്റ്വർക്ക് തന്നെ JMPT ടോക്കൺ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു PC നമ്മൾ കുറച്ച് മുന്നേ ഇമ്പോർട്ട് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങളും ഇതിലും ഓൾസോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെറ്റാമാസ്ക് വാലറ്റിന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
സെലോ നെറ്റ്വർക്കിൽ JMPT ടോക്കൺ നടക്കുന്നുണ്ടാവും. ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഇവിടെ വന്നിട്ട് കണക്ട് വാലറ്റ് എന്ന് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു വട്ടമേ വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ റോങ് ആയിട്ടുള്ള വാലറ്റ് അഡ്രസ് ആണ് ഞാൻ ആദ്യം കണക്ട് ചെയ്ത് ഫാൻറ്റം വാലറ്റ് ഉണ്ട്. ഫാൻറ്റം വാലറ്റിൽ സെലോ നെറ്റ്വർക്ക് പോലും സൊലാ നെറ്റ്വർക്ക് നടന്നു. അങ്ങനെ എൻ്റെ കുറേ ടോക്കൺസ് അവിടെ പോയി. അപ്പോൾ ഇത്തരത്തിൽ സെലോ നെറ്റ്വർക്ക് ചെയ്യുക. അവിടെ വാലറ്റ് കണക്ട് ചെയ്ത പെർമിഷൻ ചോദിക്കും. കണക്ട് യുവർ വാലറ്റ് എന്നുണ്ടാവും, അത് കൊടുക്കുക. ഏത് വാലറ്റാന്ന് ചോദിക്കും. ഇപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ മെറ്റാമാസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. മെറ്റാമാസ്കിന്റെ ഒരു പോപ്പ് വിൻഡോ വരും. ആ പോപ്പ് വിൻഡോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻസും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. ലൈക്ക് അപ്പോൾ അവിടെ നമ്മൾ കണക്ട് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റിംഗ് ജസ്റ്റ് കണക്റ്റഡ് വാലറ്റിന്റെ സിഗ്നേച്ചറിന് വേണ്ടി വരും. അപ്പോൾ ആ സിഗ്നേച്ചർ കൂടി നമ്മളിവിടെ കൊടുക്കുക. ജസ്റ്റ് കൺഫർമേഷൻ കൊടുക്കുക. കൺഫേം ആയി. യൂസ് മെറ്റാമാസ്ക് ഉണ്ടാവും. മെറ്റാമാസ്ക് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫാൻറ്റം ഒരിക്കലും കണക്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാലറ്റുമായിട്ട് ലിങ്ക്ഡ് അക്കൗണ്ട്സുമായി വാലറ്റ് എന്ന് എടുത്താൽ കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ വാലറ്റിൻ്റെ ഒരു വാലറ്റ് കീ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മെറ്റാമാസ്ക് ആയിട്ട് തന്നെ അല്ലേ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് കൺഫേം ചെയ്യാം. കൺഫേം ആയിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് ഡെപ്പോസിറ്റ് അഡ്രസ് നോക്കുക. ഡെപ്പോസിറ്റ് അഡ്രസ് 79840. ഇത് തന്നെയാണ് നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്. കാരണം ഫാൻറ്റം വാലറ്റ് മറ്റെല്ലാം ആയി കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ കുറച്ച് മുന്നേ പോയിന്റ് 0004009 ആയിരുന്നു. ഇപ്പോൾ 00028 ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേപോലെ തന്നെ ഹണി ഗെയിൻ നമ്മളിങ്ങനെ റൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടും റിവാർഡ്സ്. ആ റിവാർഡ്സ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കോണ്ടന്റ് ഡെലിവറി നമ്മൾ ഓൺ ആയിട്ട് നമ്മളിപ്പോൾ ക്യൂവിലാണ്. ഇപ്പോൾ കോണ്ടന്റ് ഡെലിവറി കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റവന്യൂ കിട്ടാൻ തുടങ്ങും. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. നമ്മുടെ കണക്ഷനും ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ജംപ് ടാസ്കിൽ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ലെവൽ ആവേണ്ട സമയത്ത് പേ ഔട്ട് ക്ലിക്ക് ചെയ്യുക. നേരെ ഇവിടെ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് എത്തും. മെറ്റാമാസ്ക് വാലറ്റിൽ എത്തിയ ശേഷം നമുക്ക് ഇത് യൂണിസ്വാപ്പിൽ ഇട്ടിട്ട് വേണം സെല്ല് ചെയ്യാൻ. അത് സെലോ ടോക്കൺ ആയിട്ട് സെല്ല് ചെയ്യും. അതിനുശേഷം ആ സെലോ നമുക്ക് USDT ആയിട്ട് ഒന്നുകിൽ സ്വാപ്പ് ചെയ്യാം, അല്ലാതെ നമുക്ക് ബൈനാൻസ് പോലത്തെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് അയക്കുകയും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വീഡിയോ നമ്മൾ എങ്ങനെ നമുക്ക് ഹണി ഗെയിൻ സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ ആപ്പ് ഇൻക്ലൂഡ് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളും സെക്കൻഡ് വീഡിയോയിൽ വിഡ്രോ ചെയ്യുന്നതും ആ വിഡ്രോ ചെയ്യാനുള്ള വാലറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിത് എങ്ങനെ USDT ആക്കാമെന്നും ആ USDT INR ആക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആക്കാമെന്നും കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.